ശരിക്കും പറഞ്ഞാൽ ഇത് ഫോർച്യൂണറിനെക്കാട്ടിലും വലുതാണ്. ഞാൻ ഒരു ചെറിയ റോഡിലിട്ട് വണ്ടി തിരിച്ചെടുക്കുകയാണ്. അതായത് സീറ്റ്സിനെ പറ്റി പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു സീറ്റ്സ് കണ്ടില്ലേ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. MG Magister 2026 ഇമ്പോർട്ടൻസ് ഉള്ളൊരു ലോഞ്ചാണ് MG Magisterൻ്റേത്. കാരണം നമ്മൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെ കുറവ് ഓപ്ഷൻസ് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുറവ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ടൊയോട്ട ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയാൻ പറ്റും. വേറെ 7 സീറ്റർ ഓഫ് റോഡിങ് കേപ്പബിൾ ആയിട്ടുള്ള വണ്ടികളുണ്ട്, നമ്മുടെ ജീപ്പ് മെറിഡിയനൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാലും ഒരു പ്രോപ്പർ ഓഫ് റോഡറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ SUV ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു വണ്ടി ഫോർച്യൂണർ മാത്രമായിരുന്നു. നമ്മുടെ ഫോർഡ് എൻഡവർ നമ്മുടെ ഇന്ത്യ വിട്ടുപോയി. അതിനുശേഷം ഫോർച്യൂണർ മാത്രമേ ഉള്ളായിരുന്നു. ഏതായാലും ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് MG Magisterനെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രോപ്പർ ഫുൾ സൈസ് SUV എന്ന് പറഞ്ഞാൽ ഏകദേശം 5046 mm ലെങ്ത്തോടുകൂടിയാണ് Magister വന്നിരിക്കുന്നത്. ഇതിൻ്റെ വീൽ ബേസ് നോക്കിയാലും നല്ല വലിയ വീൽ ബേസാണ്. 2940 mm വീൽ ബേസും Magisterന് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ഫുൾ സൈസ് ഫാമിലി SUV നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിരിക്കുന്നു. ഏതായാലും MGയുടെ ഗ്ലോസ്റ്റർ ഏതായാലും നിലവിൽ നിർത്തിയിട്ടാണ് Magisterനെ MG അവതരിപ്പിച്ചിരിക്കുന്നത്. വണ്ടിയുടെ ആദ്യ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടി ശരിക്കും ഒരു പ്രോപ്പർ ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ട്രാക്കിലാണ്. നല്ലൊരു ട്രെയിലിൽ നമ്മളെ MGന്ന് തന്നെ നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യിച്ച് നമ്മളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ചു. ആ ഒരു ഡ്രൈവിലാണ് ശരിക്കും ഈ വണ്ടിയുടെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത്ര കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർ ഓഫ് റോഡറാണ് ഇത്. ഇതിൻ്റെ ഓൺ റോഡ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പിന്നീട് പറയാം. ഏതായാലും നമുക്ക് വണ്ടിയുടെ ഓരോ ഫീച്ചേഴ്സായിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ എല്ലാവർക്കും MG Magisterൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇതാണ് MG Magisterൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. നല്ലൊരു ജയൻ ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നല്ല വലുപ്പമുള്ള വണ്ടിയാണ്. നമ്മൾ പറഞ്ഞതുപോലെ 5 മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത് ഉള്ള വണ്ടിയാണ്. സോ ആ ഒരു ജയൻനെസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു മൊസൈക്ക് ഗ്രിൽ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രിൽ സെറ്റപ്പ് പുതിയ രീതിയിൽ കൊടുത്തിരിക്കുന്നു. വലിയ രീതിയിലാണ് ലോഗോസ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ട്രിപ്പിൾ ബീം ഡ്യുവൽ പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഡ്രാഗൺ ഐ DRLs കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ DRLs വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഫ്രണ്ട് ഡിസൈൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്രോച്ച് ആംഗിളൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ ഉണ്ടോ? അതിലോട്ടൊക്കെ നമുക്ക് വരാം. സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 19 ഇഞ്ച് വീൽസ് സിയറ്റിൻ്റെ ടയേഴ്സാണ്. അവർ പറയുന്നത് സിയറ്റിൻ്റെ പുതിയ ടയേഴ്സാണെന്നാണ്. ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തപ്പം ടയേഴ്സിൻ്റെ ഗുണം ഞങ്ങൾക്ക് മനസ്സിലായി. ഏതായാലും സിയറ്റിൻ്റെ ഒരു ഓൾ ടെറൈൻ ടയേഴ്സ് കൊടുത്തിരിക്കുന്നു. നല്ല ഗ്രിപ്പുള്ള ടയേഴ്സൊക്കെയാണ്. ഫുഡ് സ്റ്റെപ്സ് ഉണ്ടേലേ കയറാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂടിയ വണ്ടിയാണ്. ഏകദേശം 212 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ 2 വീൽ ഡ്രൈവ് വേരിയൻറ്റിന് 209 mm എന്തോ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. ഏതായാലും 4 വീൽ ഡ്രൈവ് ആണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് 212 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, വീൽ ബേസ് കണ്ടില്ലേ, ഏകദേശം 2950 mm വീൽ ബേസാണ്. ഭയങ്കര ലെങ്തിയാണ്. അതിനുള്ള സ്പേസ് അകത്തുണ്ട്, അതിനുള്ള കംഫർട്ട് അകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും അതൊക്കെയാണ് ഈ ഒരു കോർണേഴ്സ്. കണ്ടോ, ഇവിടേക്ക് ഒരു എലമെൻറ്റ് വന്നിരിക്കുന്നുണ്ടല്ലേ. പിന്നെ സൈഡിലോട്ട് നോക്കിയാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ഹാൻഡിൽസ് മാത്രമായിട്ട് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. പല പിയാനോ ബ്ലാക്ക് ഫിനിഷസ് നമുക്ക് കാണാം. ആ ഒരു നല്ല ഡിസൈനിങ് തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് വന്നിരിക്കുന്നു. വലിയ രീതിയിലൊരു Magister എന്നുള്ളൊരു ബാഡ്ജിങ്ങും മോറിസ് ഗരാജ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും വളരെ വലുതായിട്ട് കൊടുത്തിരിക്കുന്നു. കുഴപ്പമില്ല. പിന്നെ ഒരു ഡ്യുവൽ എക്സോസ് സെറ്റപ്പ്, അത് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പുറകിൽ നിന്ന് നോക്കുമ്പോഴേ ശരിക്കും ഇതിൻ്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ലാൻഡ് ക്രൂസറിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രാഡോയുടെ ഒക്കെ ഒരു സൈസ് നല്ല രീതിയിൽ D+ സെഗ്മെൻറ്റിലാണ് ഈ വണ്ടിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ D+ സെഗ്മെൻറ്റ് വെഹിക്കിളാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫോർച്യൂണറിനെക്കാട്ടിലും വലുതാണ്. ഡൈമെൻഷൻ വൈസ് നോക്കുമ്പോൾ, ലെങ്ത് വൈസ് ഒക്കെ നോക്കുമ്പോഴെല്ലാം ഫോർച്യൂണറിനെക്കാട്ടിലും വലുതാണ്. പിന്നെ ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകതയാണ്, നമ്മൾ ഓഫ് റോഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അതിനകത്ത് 810 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ഫോർച്യൂണറിന് പോലും 700 mm മാത്രമേ ഉള്ളൂ. ഇതിന് 810 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങളിലും ഇത് അടിപൊളിയാണ്. ഇനിയും നമുക്ക് ടെയിൽ ഗേറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടോ, ഏകദേശം 350 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഇവിടെ വന്നിരിക്കുന്നത്. ഏകദേശം ഇത്രയും സ്പേസേ ഉള്ളൂ. ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വെക്കാം. ഇത് മടക്കി കഴിഞ്ഞാൽ ഏകദേശം 1300 ലിറ്റേഴ്സോളം ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഗസ്റ്റ് എയർ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നോക്കി ട്രൈ ചെയ്ത് സമയം കളയാൻ വയ്യാത്തതുകൊണ്ട് ചെയ്തില്ല. അതൊക്കെയാണ് നമുക്ക് പുറമേ കാണാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അകത്തോട്ട് കയറി അകത്തെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം.
നിങ്ങളുടെ കാർ കാണാനൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ നമ്മുടെ നാട്ടിൽ ഓടിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ നേരിടേണ്ടി വരും. ബേർഡ് പോപ്പിങ്സ്, സ്റ്റോൺ ഹിറ്റിങ്, പിന്നെ പ്ലാന്റ്സിൽ നിന്നുള്ള സ്ക്രാച്ചസ് പോലത്തെ സ്ക്രാച്ചുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PPF കോട്ടിങ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു കല്ലുകൊണ്ട് സ്ക്രാച്ച് ചെയ്താൽ പോലും നമ്മുടെ വണ്ടി സ്ക്രാച്ച് ആവില്ല. നമ്മളിപ്പോൾ ഉള്ളത് കാൽഗറി ഓട്ടോ ഡീറ്റെയിൽ ഹബിലാണ്. 12 വർഷം മുമ്പ് കേരളത്തിനെ സെറാമിക് കോട്ടിംഗ് പരിചയപ്പെടുത്തിയ ബ്രാൻഡാണ് കാൽഗറി. വെലോസ്കിൻ എന്ന ബ്രാൻഡിൻ്റെ PPF ആണ് ഇവിടെ ചെയ്യുന്നത്. ഇത്രയും കാലം PPF ചെയ്യുന്നത് ഓവർ എക്സ്പെൻസീവ് ആണെന്നുള്ള പേടി ഇനി വേണ്ട. നല്ല ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസിങ്ങിലാണ് നിങ്ങൾക്ക് ഇവിടെ PPF ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ വണ്ടിയിലും സുരക്ഷിതമായിട്ടൊരു പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് കോൺടാക്ട് കാൽഗറി ഓട്ടോ ഡീറ്റെയിൽ ഹബ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് ഡോർ ഓപ്പൺ ആക്കുമ്പോഴേക്കണ്ടോ ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷസിലാണ് ഡോർ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുമ്പോഴേ നല്ല വലിയൊരു ക്യാബിൻ സ്പേസ് ആണ്. കണ്ടോ, വലിയൊരു സ്പേസ് ആണ്. ഏകദേശം 5046 mm ലെങ്ത് ഉള്ളതിൻ്റെ നമുക്ക് അറിയാനായിട്ട് പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റ്സ്. ഇത് 6 സീറ്റ് വേരിയൻസ് ആണ്. 7 സീറ്റ് വേരിയൻ്റെ കൂടെ ഇതിന് വന്നിട്ടുണ്ട്. പിന്നെ 2 4x4 ആൻഡ് 4x2 വേരിയൻസ്, അങ്ങനെ ടോട്ടൽ 3 വേരിയൻസ് ആണ് ഇതിനുള്ളത്. സോ കണ്ടില്ലേ, നല്ല ഇൻറ്റീരിയർ, സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ സ്റ്റിയറിംഗ് വീൽസ്. വലിയൊരു വണ്ടിയാണെങ്കിലും ഭയങ്കര ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷിംഗ് ഒക്കെ ഉള്ളൊരു നല്ല സ്റ്റിയറിംഗ് വീൽസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിയറിംഗ് വീൽസിൽ ധാരാളം സ്വിച്ചസ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് വോയിസ് അസിസ്റ്റൻസിൻ്റെയും കസ്റ്റമൈസേഷൻ്റെ സ്വിച്ചസും അതുപോലെ ക്രൂസ് കൺട്രോളിൻ്റെ CCയുടെ ഒക്കെ സ്വിച്ചസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ADASൻ്റെ സ്വിച്ചസ് ഒക്കെ ഉണ്ട്. കോളിൻ്റെയും വോളിയത്തിൻ്റെ ഒക്കെ സ്വിച്ചസ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഒരു 12.3 ഇഞ്ചിൻ്റെ MID ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 12.3യുടെ ഇൻഫോടൈൻമെൻറ്റ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. രണ്ടും 12.3യുടെ ആണ്. സാധാരണ MGയുടെ കാസിലൊക്കെ കാണുന്ന, നമ്മുടെ വിൻസറിനും അല്ലെങ്കിൽ ഹെക്ടറിലും ഒക്കെ കാണുന്ന പോലെ തന്നെ വലിയൊരു ലാപ്ടോപ്പ് സ്ക്രീൻ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു പ്രോപ്പർ പ്രൊപ്പോർഷനാണ് ഇത് ഇവിടുന്ന് കാണുമ്പം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് എന്ന് നമുക്ക് തോന്നില്ല. ഒരു നോർമൽ നല്ലൊരു റഗ്ഡായിട്ടുള്ള ആ ഒരു നമ്മളിപ്പം ലാൻഡ് ക്രൂസേഴ്സിലും ഒക്കെ കണ്ടിട്ടുള്ളതില്ല, ഒരു പ്രോപ്പർ ഒരു ഓഫ് റോഡ് SUV പ്രേമികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ. പിന്നെ ഒരു പിയാനോ ബ്ലാക്ക് ആൻഡ് സിൽവർ ഫിനിഷസിലുള്ള ഒരു ഇൻറ്റീരിയർ തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. സ്വിച്ചസ് കണ്ടോ, നമുക്ക് ഏതായാലും ഇത് സ്വിച്ചസ് ആണ്, ടോഗിൾ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഏതായാലും ടച്ച് ഒന്നും അല്ല വന്നിരിക്കുന്നത്. ഹോം ബട്ടണും ഓട്ടോ ACയുടെ ബട്ടൺസും ഡിഫോഗേഴ്സിൻ്റെ ബട്ടൺസും ടെമ്പറേച്ചർ കൺട്രോൾസിൻ്റെ ബട്ടൺസുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 സോൺ AC ആണ്. അതായത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും പാസഞ്ചറിനും റിയർ സീറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കും 3 സെപ്പറേറ്റ് ടെമ്പറേച്ചർ കൺട്രോൾസിൽ നമുക്ക് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഓപ്ഷൻ അവിടെ വന്നിരിക്കുന്നു. AC വെൻസൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല വെൻസും. ഇവിടെ ഒരു ഹാൻഡിൽ, അവിടെ ഒരു ഹാൻഡിൽ, ഇവിടെയും ഒരു ഹാൻഡിൽ, 3 ഹാൻഡിൽ പിടിച്ച് കയറാനായിട്ട് നമുക്ക് ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിങ്ങിൻ്റെ കാര്യം ബാക്കി പറയുമ്പോൾ ഒരു ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽസ് കൊടുത്തിരിക്കുന്നു. നല്ല സ്റ്റിയറിംഗ് വീൽസാണ്. പിന്നെ ഈ സ്റ്റിയറിങ്ങിന് 3 മോഡ്സും കൂടിയുണ്ട്. ഡൈനാമിക്, നോർമൽ, സ്മൂത്തോ അങ്ങനെ പറഞ്ഞ് 3 മോഡ്സ് ഇതിന് വന്നിട്ടുണ്ട്. ആ കാര്യത്തില്ല. പിന്നെ ഇതിൻ്റെ ഗിയർ സെലക്ടേഴ്സ് ഉണ്ടല്ലേ, ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മുടെ മെർസിഡീസിലൊക്കെ കാണുന്ന പോലെ. അത് ശരിക്കും ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പം അതുള്ള പല വണ്ടികൾ യൂസ് ചെയ്തപ്പോഴും ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആദ്യം നമുക്ക് ഇൻഡിക്കേറ്റർ അത് തമ്മിലൊരു കൺഫ്യൂഷൻ വരും, പക്ഷേ പിന്നീട് അതങ്ങ് ഓക്കെ ആവും. ബാക്കി ലൈറ്റ്സിൻ്റെ സ്വിച്ചസും വൈപ്പേഴ്സിൻ്റെ സ്വിച്ചസും എല്ലാം അവിടെ വന്നിരിക്കുന്നു. പിന്നെ നമ്മുടെ സ്ക്രീനിലോട്ട് വന്നു കഴിയുമ്പം കണ്ടോ, നമുക്ക് നല്ലൊരു 360 ഡിഗ്രി ക്യാമറ, നല്ല ക്യാമറയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്തൊക്കെ നല്ല കംഫർട്ടബിളാണ് ഒരു ക്യാമറയിൽ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് വരാനായിട്ട്. പിന്നെ ഇനിയും വണ്ടിയുടെ മോഡ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നല്ലൊരു ടച്ച് റെസ്പോൺസ് ഉള്ള നല്ലൊരു സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഓവറായിട്ട് വലിയ സ്ക്രീനൊന്നുമല്ല. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലെ ഒരു മെയിൻ കാര്യം ചെയ്യാനുള്ളത്, ഈ സീറ്റിൻ്റെ പേരിൽ തന്നെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് സീറ്റ്സിനെ പറ്റി പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു സീറ്റ്സ് കണ്ടില്ലേ, നല്ല സീറ്റ് ഫിനിഷസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കുറേ ഫങ്ഷൻസും ഉണ്ട്. അതായത് ഡ്രൈവറിൻ്റെ സീറ്റ് ഏകദേശം 12 വേ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക് സീറ്റ്സും, കോ പാസഞ്ചറിന് ഏകദേശം 6 വേ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക് സീറ്റ്സും വന്നിട്ടുണ്ട്. 2 പേർക്കും വെൻറ്റിലേഷൻ ഫങ്ഷൻസ് ഉണ്ട്. കൂടാതെ 2 പേർക്കും മസാജ് ഫങ്ഷൻസ് ഉണ്ട്. ഏകദേശം 10ലേറെ മസാജ് ഓപ്ഷൻസ് ഉള്ള ഒരു കിഡിലൻ മസാജ് ഫങ്ഷൻസാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവറിനും കോ പാസഞ്ചറിനും
8 മസാജ് മോഡ്സ് നമുക്ക് ഇവിടെ കാണാം. ഇതിലൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു മെസ്സാജിങ് നമ്മുടെ ബാക്കിൽ അനുഭവപ്പെടും. ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് ഇരിക്കാനും ഉറങ്ങണമെങ്കിൽ ഉറങ്ങാനും ഒക്കെ ഉള്ളൊരു സൗകര്യം അതിലുണ്ട്. പൾസ് വേവ്, ക്യാറ്റ് വാക്ക്, സ്നേക്ക്, ബട്ടർഫ്ലൈ, അങ്ങനെ പല എഫക്ട്സ് ഉണ്ട്. അതിൻ്റെ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മെമ്മറി ഫങ്ഷൻസിൻ്റെ സീറ്റ്സ് ആണ്. സീറ്റ് പൊസിഷൻ 1, പൊസിഷൻ 2 അങ്ങനെ 2 മെമ്മറി ഫങ്ഷൻസ് അവൈലബിൾ ആണ്. പാസഞ്ചറിനും കോ പാസഞ്ചറിനും സെപ്പറേറ്റ് ആയിട്ടുള്ള അതിനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഓപ്ഷൻ, 2 ഫോൺസ് ഒരേ സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റും. 2 വയർലെസ് ചാർജിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ടെയിൽ ഗേറ്റിൻ്റെ കാര്യവും ഓട്ടോ മാനുവൽ നമുക്ക് സെലക്ട് ചെയ്യാം. ടെയിൽ ഗേറ്റ് പവർ ടെയിൽ ഗേറ്റ് ആണ്. ഗസ്റ്റ് ഫങ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, 64 ആംബിയൻ ലൈറ്റ്സ് സെറ്റപ്പും കാര്യങ്ങളെല്ലാം. സൈഡ് മിറേഴ്സ് കണ്ടില്ലേ, സൈഡ് മിറേഴ്സ് ശരിക്കും ഇതാണ് ഹീറ്റഡ് ORVMs ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ 4 വിൻഡോസും നമ്മുടെ സൺറൂഫും കീ യൂസ് ചെയ്ത് നമുക്ക് ഓപ്പണും ക്ലോസും ഒക്കെ ആക്കാൻ സാധിക്കും. ഉണ്ടോ, നമുക്ക് ഇതിൽ എല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഓപ്പൺ ക്ലോസ് ആക്കാൻ സാധിക്കും. ഇതിൽ ഫ്രണ്ടിലെ 4 വിൻഡോസും അപ്പ് ആൻഡ് ഡൗൺ 1 ടച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പനോരമിക് സൺറൂഫ് വന്നിരിക്കുന്നു. മൂൺറൂഫ് അല്ല, സൺറൂഫ് തന്നെയാണ്. പക്ഷേ അത്ര വലിയതാണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിലും വലിയ സൺറൂഫുകൾ അല്ല, ചിലപ്പം വണ്ടിയുടെ വലുപ്പം കാരണം നമുക്കത് ചെറുതായിട്ട് തോന്നുന്നതായിരിക്കാം. സൺറൂഫ് വലുതൊക്കെ തന്നെയാണ്, അത്യാവശ്യം നല്ല വലിയ സൺറൂഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ക്യാബിന് 3rd റോയിൽ ഇരിക്കുന്നവർക്ക് അവിടെ വരെ എത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. 2nd റോയിലും 1st റോയിലും ഇരിക്കുന്നവർക്ക് നല്ല രീതിയിൽ ആ ഒരു സൺറൂഫിൻ്റെ ഫണ്ണ് എൻജോയ് ചെയ്യാൻ പറ്റും. അത്ര പേര് യൂസ് ചെയ്യുമെന്ന് അറിയില്ല, എന്നാലും ഓക്കെ, അത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു ഹാൻഡിലൂടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയും നമുക്ക് പിടിച്ചിരിക്കാനുള്ള, അതായത് ഒരു കോ പാസഞ്ചറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. 1, 2, 3, 4 പിടിച്ചങ്ങിരിക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിലും ഒട്ടും മോശം വരുത്തിയിട്ടില്ല. JBLൻ്റെ 12 സ്പീക്കർ സിസ്റ്റംസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. ഞാനതിൻ്റെ ഒരു ഫാൻ അല്ലാത്തത് കൊണ്ട് അധികം അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. 3rd റോയിലാണ് ഇരിക്കുന്നത്. ലെഗ് സ്പേസ് കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 3rd റോ ആണ് വണ്ടിക്ക്. കൂടാതെ ഞാനിപ്പോൾ ഒരു ഓഫ് റോഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, 3rd റോയിലിരുന്നുകൊണ്ട്. 3rd റോയിലിരുന്നാലും ഇതൊക്കെ പറ്റും ജസ്റ്ററിൽ, കാരണം അത്യാവശ്യം ഇൻക്ലിനേഷനിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഇരിക്കാനും അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അപ്പം ഓഫ് റോഡിങ്ങിൽ ഇത്രയും കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പോകുന്ന സമയത്ത് എന്തുമാത്രം കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ പിന്നെ ഇതിൻ്റെ സൺറൂഫിൻ്റെ കാര്യമാണ്. ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് സൺറൂഫിൻ്റെ ഒരു വലുപ്പം കുറവ് ഉള്ളതുപോലെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ തോന്നും. കാരണം ഇവിടെ വരെയൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരായിരുന്നു. ഏതായാലും AC വെൻസ് ഒക്കെ സൈഡിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് സൺറൂഫ് കൊടുക്കാൻ പറ്റിയില്ല പനോരമിക്ക്. അത് തന്നെ വലിയ കാര്യം. അതുപോലെ നല്ല കൂളിംഗ് ഉണ്ട് 3rd റോയിലും. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് സെപ്പറേറ്റ് ഇവിടെ വന്നിരിക്കുന്നു. നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിരിക്കുന്നു. അതെല്ലാം 3rd റോയിലും സുഖമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ചാർജിങ് പോർട്ട്സോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അതാണ് 3rd റോയിലെ കാര്യം. പിന്നെ 2nd റോയുടെ കംഫർട്ട് കാണിച്ചു തരാം. 2nd റോയിൽ നിന്ന് ഇത് 6 സീറ്റർ ആണ്. 7 സീറ്റർ വേരിയൻ്റ് ഉണ്ട്. 2nd റോയിൽ നിന്ന് സുഖമായിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റും. അത്ര സുഖമല്ല, എന്നാലും നടന്നു പോകാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. 3rd റോയിലെ സീറ്റ്സൊക്കെ നമ്മൾ കാണിച്ചല്ലോ. ഇവിടെ ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടോ, 2 കപ്പ് ഹോൾഡേഴ്സ് ഈസിലി ഹോൾഡ് ചെയ്യാം. അതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നു. കണ്ടോ, JBLൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ. ഇത് വിൻഡോസ് വന്നിരിക്കുന്നു. അതുപോലെ ഒരു കാർബൺ ഫൈബർ ഫിനിഷിലുള്ള പാഡിങ്സ് ഒക്കെയാണ് ഡോർ പാഡിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ സീറ്റായ സ്ഥിതിക്ക് നമുക്ക് ഹാൻഡ് റെസ്റ്റോട് കൂടിയുള്ള 2nd റോ സീറ്റ്സ് ഓപ്ഷൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇതിന് 3 സോൺ AC ആണ് നമ്മൾ പറഞ്ഞല്ലോ. അതിൻ്റെ കൺട്രോൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈസിലി കൺട്രോൾ ചെയ്യാം. ടച്ചോ കാര്യങ്ങളോ അല്ല, നമുക്ക് റോട്ടറി സ്വിച്ചസ് ഒക്കെ ഉണ്ട്. അതുപോലെ AC ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും മോഡ്സിൻ്റെ കാര്യങ്ങളും. അതുപോലെ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോർമൽ 220 വാട്ടിൻ്റെ ഒരു 150 വാട്ട്സ് വരെയുള്ള സപ്പോർട്ടിങ്ങിലുള്ള ഒരു 3 പിൻ അഡാപ്റ്റർ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു കൺവേർട്ടർ യൂസ് ചെയ്ത് നമുക്ക് നോർമൽ അഡാപ്റ്ററായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 2 USB പോർട്ടുകളും ടൈപ്പ് A പോർട്ടുകളും വന്നിരിക്കുന്നു. Type C അല്ല, Type A പോർട്ടുകൾ വന്നിരിക്കുന്നു. ഇവിടെ സീറ്റിൻ്റെ പോക്കറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബോസ് സീറ്റ് ഫങ്ഷൻസ് ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ സ്വിച്ചസ് ഒന്നും വന്നിട്ടില്ല ഏതായാലും. സോ അതൊക്കെയാണ് 2nd റോയുടെ കാര്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ എൻജിൻ റൂം ഒന്ന് നോക്കാം. ഇതിൻ്റെ ഉണ്ടോ, സ്ട്രട്ട്സൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ MG ട്വിൻ ടെർബോ എൻജിൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഗ്ലോസ്റ്ററിലൊക്കെ കണ്ട അതേ എൻജിൻ, 2 ലിറ്റർ ട്വിൻ ടെർബോ എൻജിൻ, 4 സിലിണ്ടർ എൻജിൻ തന്നെയാണ്
ഇതിലും കൊടുത്തിരിക്കുന്നത് ഏകദേശം 215 bhp പവറും 478 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമാണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ല ടോർക്ക് എഞ്ചിനാണ്. നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. നമ്മൾ ക്രോൾ ചെയ്ത് പോകുന്ന ക്രോളിംഗ് ഫംഗ്ഷൻസ് ഒക്കെ സെപ്പറേറ്റ് ഉണ്ട്. ക്രോൾ ചെയ്ത് പോകുമ്പോൾ വണ്ടിയുടെ ടോർക്ക് നമുക്ക് ഫീൽ ആവും. ഓട്ടോമാറ്റിക് പൊക്കോളും. നമ്മൾ മാനുവലി നോക്കുമ്പോൾ ആ ഒരു ക്രോൾ ചെയ്യുമ്പോഴത്തെ ഒരു ടോർക്ക് ഫീലൊക്കെ നമുക്ക് കിട്ടും. വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പക്ഷേ വിസിബിളാണ് കേട്ടോ, അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏതായാലും നല്ല നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം ഫിനിഷിൽ തന്നെ ഇതിൻ്റെ എൻജിൻ ബേയും വന്നിരിക്കുന്നു. പിന്നെ ഈ വണ്ടിയുടെ ഉദ്ദേശം, അതായത് ഒരു ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള വെഹിക്കിളാണിത്. നല്ല കിടിലൻ വാട്ടർ വേഡിങ് കപ്പാസിറ്റിയും ഗ്രൗണ്ട് ക്ലിയറൻസും അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മോഡ്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ, അതായത് കണ്ടോ, നമുക്ക് ഓട്ടോ മോഡ് ഇടാം. 2H 4H നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓഫ് റോഡ്സിൽ 10 മോഡ്സ് വണ്ടിയിലുണ്ട്. 10 മോഡുകൾ നമുക്ക് ഇട്ട് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ സാൻഡ് സ്നോ അങ്ങനെ പല രീതിയിലുള്ള ടെറൈൻസിലെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു CCO എന്നുള്ളൊരു സ്വിച്ച് കണ്ടില്ലേ, ഇതാണ് ശരിക്കും നമ്മളെ ഭയങ്കര രീതിയിൽ സർപ്രൈസ് ചെയ്യിപ്പിച്ചത്. അത് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്താണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മൾ ഓഫ് റോഡ് ചെയ്തതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഡ്രൈവ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. നമുക്കൊന്ന് വണ്ടി ഓടിച്ചിട്ട് വരാം. സോ MG മജസ്റ്ററിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസിലേക്ക് നമുക്ക് കിടക്കാം. ഇതിന് മുന്നേ ചെയ്തത് ശരിക്കും ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഷോർട്സ് ഒക്കെ പിന്നീട് കാണിക്കും. അതിന് മുന്നേ ഡ്രൈവിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയാം. ശരിക്കും ആദ്യം ഓൺ റോഡ് ഓടിക്കുന്നതിന് മുമ്പേ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഓൺ റോഡ് ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇതിന് കോളം ഗിയർ സെലക്ടേഴ്സാണ് വന്നിരിക്കുന്നത്, മെർസിഡീസിലൊക്കെ കാണുന്ന പോലെ. അതുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറിപ്പോകും. ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ഗിയർ ഓപ്ഷനാണ് മാറിയത്. ഏതായാലും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ മാനുവൽ മോഡിലോട്ടേ പോകുള്ളൂ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ഞാൻ ഒരു ചെറിയ റോഡിലിട്ട് വണ്ടി തിരിച്ചെടുക്കുകയാണ്. ഇത്രയും വലിയ വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് ഒക്കെ എന്തുമാത്രം ഉണ്ടോ എന്നുള്ളത് ഇത് ചെയ്തപ്പോൾ മനസ്സിലായി. കാരണം ശരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ഇത്ര വലിയ വണ്ടിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുള്ളതാണ്. റിയറിൽ ഇരിക്കുമ്പോഴല്ലേ പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ജയൻറ്റ് ഫീല് കിട്ടും. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോർമൽ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡ്രൈവ് മോഡ്സ് 3 എണ്ണമാണുള്ളത്. എക്കോ, സ്പോർട്ട്, നോർമൽ എന്നുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ടച്ച് സ്ക്രീനിൽ കാണാം. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഓപ്ഷനും കംഫർട്ട്, നോർമൽ, ഡൈനാമിക് എന്നുള്ള 3 സ്റ്റിയറിംഗ് മോഡ്സും ഉണ്ട്. സ്റ്റിയറിങ് അതിൻ്റെ അഗ്രസീവ്നെസ്സും അതിൻ്റെ ടൈറ്റ്നസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള 3 സ്റ്റിയറിംഗ് മോഡ്സും ഇതിൽ വന്നിട്ടുണ്ട്. ആളുകളൊക്കെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് വണ്ടിയുടെ ഒരു വലുപ്പം കണ്ടിട്ട്. പിന്നെ റോഡിൽ പുതിയൊരു വണ്ടി കാണുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ. വണ്ടിയുടെ ഹൈറ്റും സൈസും ഒക്കെ വെച്ചിട്ട് വലിയൊരു ജയൻറ്റ് ഫീല് നമുക്ക് കിട്ടും. പിന്നെ ആ ഒരു ജയൻറ്റ് വണ്ടിക്കുള്ള പവർ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, ഇതിനൊരു 2 ലിറ്റർ എഞ്ചിനാണ്, ട്വിൻ ടെർബോ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഗ്ലോസ്റ്ററിൽ കണ്ടിരുന്ന സെയിം എഞ്ചിൻ തന്നെ, അതിനകത്ത് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഏകദേശം 215 ഹോഴ്സ് പവറും അതുപോലെ 478 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും ഇതിൽ കൊടുത്തിരിക്കുന്നു. സോ അതൊക്കെ കാരണം ആവശ്യത്തിന് പവറുണ്ട്. അത് അതിൻ്റെ എഞ്ചിൻ്റെ പവറും അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് കൊണ്ടോ അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ ട്യൂണിങ് കൊണ്ടോ എല്ലാം കൊണ്ടും ആയിരിക്കുമല്ലോ. ഏതായാലും ആ ഒരു കാര്യത്തിലെല്ലാം MG മജസ്റ്റർ ബെറ്റർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. പിന്നെ ഇതിന് ഓട്ടോമാറ്റിക് വേരിയൻസ് മാത്രമേ ഉള്ളൂ, ഒരു മാനുവൽ ഓപ്ഷൻ ഇല്ല. ഇതിന് 3 വേരിയൻസ് ആണ് ആകെ ഉള്ളത്. ടോപ്പ് മോഡലിൽ 4 വീൽ ഡ്രൈവ്, 2 വീൽ ഡ്രൈവും പിന്നെ ഒരു ബേസ് മോഡലിലും ഒരു 2 വീൽ ഡ്രൈവ് ഓപ്ഷനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ മാനുവൽ മോഡൽ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഇതിനൊരു 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ഗിയർ സെലക്ടേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ മാനുവൽ മോഡിലോട്ടൊക്കെ പോകാനുള്ള ഒരു ടെൻഡൻസി വരും. അത് ഡ്രൈവ് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഏകദേശം 12.3 ഇഞ്ചസോളം വരുന്ന ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതേ വലുപ്പം തന്നെയുള്ള ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേയുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഗ്ലാസ് ഏരിയാസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിസിബിലിറ്റിയാണ്. നമ്മൾ MGയുടെ നമ്മുടെ വിൻസർ ഉണ്ടല്ലോ, ഇപ്പോൾ ഏറ്റവും സെയിൽസ് ഉള്ളവരുടെ വണ്ടി. സോ അതിലും ഈ സെയിം തന്നെയാണ്. അതായത് ഭയങ്കര വിൻഡോ ഏരിയാസാണ്. ഫ്രണ്ടിലെ വിൻഷീൽഡ് തന്നെ നല്ല വലിയൊരു വിൻഷീൽഡാണ്. അതുപോലെ വിൻഡോസും എല്ലാം കൊടുത്തിരിക്കുന്നതും നല്ല വലിയ സ്പേസാണ്. അതുകൊണ്ടൊരു ഗുണം ആ ഒരു വിസിബിലിറ്റി കൂടും എന്നുള്ളതാണ്. നമുക്ക് സൈഡൊക്കെ നോക്കണമെങ്കിൽ 360 ക്യാമറ ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു 360 നമുക്ക് ഈ ഒരു A പില്ലറിൻ്റെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടൊക്കെ വളരെ കുറവാണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ളത് വലിയ വണ്ടികൾക്ക് ഒരു പ്രശ്നം വരേണ്ട കാര്യമാണ്. ആ ബ്ലൈൻഡ് സ്പോട്ട് എനിക്ക് വളരെ ഡീസൻ്റ് ആയിട്ടാണ് ഇതിൽ ഫീൽ ചെയ്തത്. 360 ക്യാമറ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു. നമ്മൾ ചെറിയ കൺജഷൻസ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്യാമറ കാണാവുന്നു. ട്രാഫിക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അതെല്ലാം കാണാൻ സാധിക്കും. അത് കൂടാതെ തന്നെ നമുക്ക് ഇതുവഴിയും കാണാൻ പറ്റും. ഇനി അതിൻ്റെ ദോഷം വരുന്നത് ഇതിൻ്റെ
ചൂട് നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ കേരള ക്ലൈമറ്റ് ഭയങ്കര വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇതുവഴി AC ഒക്കെ ഫുള്ളിട്ട് AC കേപ്പബിളൊക്കെ ആണ്. എന്നാലും വണ്ടിയിൽ കയറുമ്പോഴത്തെ ആ ഒരു ഹീറ്റ് നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കുറച്ചുകൂടെ ടിൻറ്റഡ് ഗ്ലാസ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നേരെ എല്ലാവരും ടിൻറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ പരിഗണിക്കാം. പിന്നെ AC-യുടെ ലെവൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ഉണ്ട്. നമ്മൾ വണ്ടി ഓണാക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കൂളാവും. വലിയൊരു ക്യാബിൻ സ്പേസ് ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു 1 BHKക്കുള്ള വലുപ്പമുണ്ട്. നമ്മുടെ Audi Q7-ൻ്റെ കാര്യമൊക്കെ പറയുന്നതിൻ്റെ വിട്ട് ആ ഒരു 1 BHK തണുപ്പിക്കാനുള്ള AC ഇതിനുണ്ട്. 3rd row വരെയും വെൻസ് സെപ്പറേറ്റ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പനോരമിക് സൺറൂഫ് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് AC വെൻസൊക്കെ സൈഡിലായിട്ടും പില്ലേഴ്സിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എയർ ബാഗ്സ് ഈ ഒരു വലിയ വണ്ടിക്ക് 6 എയർ ബാഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു 7ഉം 8ഉം ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 6 എയർ ബാഗ്സ് ആണ്. കേർട്ടൺ എയർ ബാഗ്സ് ആണ്. പക്ഷേ കാരണം നമുക്ക് ഈ ഒരു സൈഡ് ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ ഈ ഒരു ഏരിയ ബാക്ക് വരെയും കേർട്ടൺ എയർ ബാഗ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതും പ്രൊട്ടക്റ്റഡ് ആണ്. 7, 8 എയർ ബാഗ്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അത്യാവശ്യം സേഫ് തന്നെ ആണ് വണ്ടി. പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ABS, EBD, ESP പോലത്തെ എല്ലാ സേഫ്റ്റി പ്രോഗ്രാംസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡാസിൻ്റെ ലെവൽ 2 ഫംഗ്ഷൻ, അഡാസിൻ്റെ ലെവൽ 2+ ഫംഗ്ഷൻ എന്ന് വേണേൽ പറയാം. ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ ചേഞ്ച് വാണിങ്, ഡ്രൈവർ ഡ്രൗസിനെസ് മോണിറ്ററിങ്, അതുപോലെ കുറേ അഡാസിൻ്റെ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള അഡാസ് തന്നെയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടെസ്ലയിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ മഹീന്ദ്രയുടെ BEസിലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഇതിൽ കാണിക്കും. ആൾക്കാർ നടന്നു പോകുന്നവരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കും. അതിൻ്റെ ആക്യുറസി നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതുവരെ യൂസ് ചെയ്തതിൽ. നമുക്ക് നമ്മുടെ MIDയിൽ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ പോകുന്നതും ട്രക്ക് പോകുന്നതും ബൈക്ക് പോകുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. സോ അതൊക്കെ വെച്ച് വണ്ടി അവരെ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക് ബ്രേക്ക് പിടിക്കാനും ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളും എല്ലാം അത് മാനേജ് ചെയ്തോളും. മറ്റ് വണ്ടികൾ, അതായത് ഇപ്പോഴത്തെ വണ്ടികളൊക്കെ കാണുന്ന പോലെ ഫുൾ ടച്ച് സ്ക്രീനും അല്ലെങ്കിൽ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് അല്ല. അത്യാവശ്യം ഒരു സോളിഡ്, ഒരു റഗ്ഡായിട്ടുള്ള ഒരു ഓഫ് റോഡർ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫീലുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. AC വെൻസിൻ്റെ ചുറ്റിനും നല്ല ഒരു വലിയ 2 AC വെൻസും അതുപോലുള്ള ഡിസൈൻസ് എലമെൻസ് ഒക്കെയാണ്. ഇവിടെ നല്ലൊരു ഹാൻഡിൽ ഒക്കെ കൊടുത്തിരിക്കുന്നു. ഡോർസ് ആണെങ്കിലും നല്ല രീതിയിൽ ഓപ്പൺ ആക്കി. നമ്മൾ ഈ വയർലെസ് ചാർജിങ് ഇട്ടേക്കാണ്. ഡോർ തുറന്ന് ഇറങ്ങി പോകുമ്പോൾ ഫോൺ എടുത്തിട്ട് പോകണമെന്നാണ് വണ്ടി അറിയിപ്പിച്ചത്. ഓക്കെ, അതെല്ലാം നല്ല രീതിയിൽ കൊടുത്തിരിക്കും. നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ഒരു ഹാൻഡിലൊക്കെ ഉണ്ട്. നമുക്ക് കോ പാസഞ്ചറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 ഹാൻഡിൽസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡ്രൈവ് ചെയ്ത് നമ്മൾ വേറൊരു ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സസ്പെൻഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതും നല്ല സസ്പെൻഷൻ ഫീല് തരുന്നുണ്ട്. അത്യാവശ്യം മോശം റോഡിലൊക്കെ പോകുമ്പോൾ നല്ലൊരു ഹമ്പൊക്കെ ചാടുമ്പോഴേ, ഞാൻ മുമ്പേ പുറകിലിരുന്ന് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു നല്ല രീതിയിൽ. ആ സമയത്ത് ഭയങ്കര ഹാർഡ് കോർ ഓഫ് റോഡ് പോയിട്ട് പോലും ബാക്കിൽ 2nd റോയിൽ ഇരിക്കുന്നവർക്ക് മെയിൻലി വലിയ ഒന്നും ഫീൽ ചെയ്യില്ല. സത്യം പറഞ്ഞാൽ 3rd റോയിൽ ഇരുന്ന് വരെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോഴാണ് അതിൻ്റെ ഒരു സസ്പെൻഷൻ്റെയും അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടിനെ പറ്റി മനസ്സിലാവുന്നത്. അതെല്ലാം നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു മോശം വഴി കൂടാണ് വീണ്ടും പോകുന്നത്. ഈ വഴി പോയിട്ട് നമുക്ക് നല്ല സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും നല്ല കംഫർട്ടബിളായിട്ട് തന്നെ വണ്ടിയിൽ ഇരിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഗുണം. സോ അതൊക്കെയാണ് നമുക്ക് ഇത് ഡ്രൈവ് ചെയ്തുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ. സോ നമ്മൾ മജസ്റ്ററിൻ്റെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകാനാണ്. ആദ്യം നമുക്ക് ഇൻസ്ട്രക്ടർ ഒരു റൗണ്ട് പോയി, അതിനുശേഷമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് കയറുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാണ്. സീറ്റ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ത്രോട്ടിലൊന്നും കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ശരിക്കും നല്ല ടോർക്കി എഞ്ചിനാണ്. നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അടുത്തതാണ് ടാസ്ക്. ഞാനിത് എങ്ങനെ CCO go in front, okay. Go ahead, turn left, hold the steering with both hands, no accelerator, no brakes. No brakes? No brakes. Turn right. ബ്രേക്ക് പിടിക്കാൻ തോന്നും. ഞാൻ ബ്രേക്കും പിടിച്ചിട്ടില്ല, ആക്സിലേറ്ററും കൊടുത്തിട്ടില്ല. പ്രോപ്പർലി വണ്ടി തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആദ്യം ഇൻസ്ട്രക്ടർ ഓടിച്ചപ്പോഴും ഡേവിയേട്ടൻ ഓടിച്ചപ്പോഴൊക്കെ ഞാൻ കുറച്ച് ബാക്കിലിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പേടിക്കും. പക്ഷെ ഒട്ടും പാനിക് ആവില്ല നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ. No need to use the brakes and accelerator, right?
ഓ വീല് നല്ലതായിട്ട് സ്പിൻ ആവും തോന്നുന്നു അവിടെ. Turn left. Can you turn off the CC? I have turned it off. സെൻട്രൽ ലോക്കിലല്ലേ? No. അത് അവിടെ മാത്രമാണ്. Turn to the left. സെൻട്രലോ ഇതില്ല മറ്റേതിൽ ഇത് ഇവിടെയാണ് ട്രിപ്പിൾ ഡിഫറൻഷ്യൽ ഓ അവിടെ ഉണ്ടല്ലോ വീലിങ്ങനെ ഉള്ളിക്ക് പുറത്തുനിന്ന് കാണാൻ ഇങ്ങനെ വീല് ഈ സൈഡിലെ വീല് അതിന്റെ ഉള്ളിക്ക് ഇങ്ങനെ സസ്പെൻഷൻ. Turn to the right. നല്ലൊരു സ്റ്റീപ്പിലേക്കാണ് പോകുന്നത്. വാവ്. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോണേ, അയ്യോ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോണേ, അയ്യോ അയ്യോ. ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും ഫീൽ ആവില്ല കേട്ടോ. പുറകെ ഇരിക്കുമ്പോഴാണ് ഈ കുറച്ചൊരു പാനിക് സിറ്റുവേഷൻ വരുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കൂളായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു RC കാർ നമ്മൾ വണ്ടിയുടെ പുറത്ത് നിന്ന് RC ഓടിക്കുന്ന പോലെ. ഇത് ടോപ്പിന് സ്പീഡിനില്ല. ഇത് നമ്മൾ ചെയ്യുമ്പോഴും അത് ചെയ്യുമ്പോഴും ആ മൊമെന്റം ഷിഫ്റ്റ് ചെയ്യാതെ ചെയ്യണം. അതായത് നിർത്തി പിന്നെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി പിന്നെ ഇതിലായി. Keep some gap. സോ അതൊക്കെയാണ് നമുക്ക് MG മജസ്റ്ററിനെ പറ്റി പറയാനുണ്ടായിരുന്നത്. ഇത്ര ജയൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾ, ഇത്ര കേപ്പബിൾ ആയിട്ടുള്ള വെഹിക്കിൾ, ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള വെഹിക്കിൾ, ട്രിപ്പിൾ ഡിഫറൻഷ്യൽ ലോക്ക് ഉള്ള 3 കോടിയിൽ താഴെയുള്ള ഒരേ ഒരു വെഹിക്കിൾ. നമ്മുടെ ഡിഫൻഡറിൽ പോലും ട്രിപ്പിൾ ഡിഫറൻഷ്യൽ ലോക്സ് ഇല്ല. സോ അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള വണ്ടിയാണ് MG മജസ്റ്റർ. ഇതിൻ്റെ പ്രൈസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 50 ലക്ഷം റേഞ്ച് വരും എന്നാണ് പ്രതീക്ഷ. ഏതായാലും നമ്മുടെ കോമ്പറ്റീറ്ററെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം നിലവിൽ ഫോർച്യൂണർ മാത്രമാണ് കോമ്പറ്റീഷൻ ഉള്ളത്. എൻഡവർ ഉണ്ടായിരുന്നെങ്കിൽ വേണേൽ പറയായിരുന്നു. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പം അത്ര കേപ്പബിൾ ആയിട്ടുള്ള വെഹിക്കിളാണ് ഇത്. നമ്മൾ ഗ്ലോസ്റ്ററിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓണർ എന്തുമാത്രം ഹാപ്പിയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഏതായാലും വണ്ടിയുടെ സൈഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്നുള്ളതും എല്ലാം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള റിവ്യൂസ് ആയിട്ടും ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആയിട്ടും ഗ്ലോസ്റ്റർ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ കാണാനായിട്ട്, ഗ്ലോസ്റ്റർ വിട്ട് മജസ്റ്റർ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയുമായിട്ടൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.